വീണ ജോർജ് ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായത് മുതൽ CPM-നുള്ളിൽ ഉറഞ്ഞുകൂടിയ എതിർപ്പുകളാണ് പത്മകുമാറിലൂടെ പുറത്തുവന്നത്. രണ്ടാം തവണയും വിജയിച്ചതോടെ മന്ത്രിസ്ഥാനം. ജില്ലാ കമ്മിറ്റിയിൽ എത്തി 3-ാം വർഷം സംസ്ഥാന സമിതിയിലേക്ക് പ്രൊമോഷൻ. സംഘടനാ രംഗത്തൊരു കാര്യവും ചെയ്യാത്ത വീണ ജോർജ് അവർ ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരാൾ 2 പ്രാവശ്യം MLA ആവുന്നു, പെട്ടെന്ന് തന്നെ മന്ത്രിയാവുന്നു. അവർക്ക് കഴിവുള്ള സ്ത്രീയാണ്, കഴിവില്ലാന്നോ അല്ലെങ്കിൽ ഒന്നും. പക്ഷേ അവരെ പോലൊരാളിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുക്കുമ്പോൾ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനം മാത്രം നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ പോലൊരു പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പോലെ ഉന്നതമായൊരു ഘടകത്തിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒട്ടേറെ ആളുകൾക്ക് അതിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിൽ ഞാൻ തുറന്നു പറയേണ്ട ഒരാളെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ചതിവ്, വഞ്ചന, അവഹേളനം. ഫേസ്ബുക്ക് പോസ്റ്റ് ഒഴിവാക്കിയെങ്കിലും കടുത്ത ഭാഷയിലാണ് പത്മകുമാർ വീണ ജോർജിനെതിരെ രംഗത്ത് വന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വിമർശിക്കുന്ന പത്മകുമാർ ഫലത്തിൽ CPM സംസ്ഥാന നേതൃയോഗ തീരുമാനത്തെയാണ് തള്ളിക്കളയുന്നത്. നടപടി വരും എന്നിരുന്നാലും ആരെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടേ എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി അനുവദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പ്രവർത്തിക്കും. അതല്ല പാർട്ടി മറ്റ് നടപടികളിലേക്കാണ് പോകുന്നതെങ്കിൽ നല്ല അനുഭാവിയായിട്ട് തന്നെ നിന്ന് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിനെ ആറന്മുളയിലെ വീട്ടിലെത്തി കണ്ടു. മന്ത്രി എന്ന നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനമാണ് വീണ ജോർജ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നയപരമായ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതിയാണ് സംസ്ഥാന കമ്മിറ്റി. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സമിതിയിലേക്ക് മന്ത്രിമാരെ പ്രത്യേകം ക്ഷണിക്കുന്നത്. പത്മകുമാർ പരസ്യമായി പ്രതികരിക്കാൻ പാടില്ലായിരുന്നുവെന്ന് മുതിർന്ന നേതാവ് AK ബാലൻ പറഞ്ഞു. പെട്ടെന്നുള്ളൊരു വികാരമായിരിക്കും, സ്പർ ഓഫ് ദി മൂവ്മെന്റ് ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണല്ലോ, മനസ്സിനെ മാറ്റുക എന്നുള്ളതാണല്ലോ. മനസ്സ് പലപ്പോഴും പതറിപ്പോകും. അതിനിടെ പത്തനംതിട്ടയിലെ BJP നേതാക്കൾ പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് BJP ജില്ലാ പ്രസിഡന്റും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ വീട്ടിലെത്തി കണ്ടത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.